ഹലോ ഗായ്സ്, കർക്കിടകമൊക്കെ ആയല്ലേ. എല്ലാവർക്കും വേദന, വാതരോഗങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു മാസം കൂടിയാണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആമവാദവും സന്ധിവാദവും എന്താണെന്ന് കേട്ട് നോക്കിയാലോ. പലർക്കും ആമവാദം സന്ധിവാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണ് ആമവാദം. ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രായഭേദമന്യേ ആർക്കും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. ഈ ആമവാദം പ്രധാനമായിട്ടും സ്മോൾ ജോയിൻസിനെയാണ് ബാധിക്കുന്നത്. അതായത് നമ്മുടെ കൈയിൻ്റെ വിരലുകളുടെ ജോയിൻസ്, കാലിൻ്റെ വിരലുകളുടെ ജോയിൻസിനൊക്കെയാണ് പ്രധാനമായിട്ടും മെയിനായിട്ട്. അതിന് മാത്രമേ ഉള്ളൂ എന്നല്ല, പ്രധാനമായിട്ട് ആ ജോയിൻസിനെയാണ് മെയിനായിട്ട് ബാധിക്കുന്നത്. ഈ കുഞ്ഞു ജോയിൻസുകളിൽ ഭയങ്കരമായ നീര്, ഭയങ്കരമായ കുത്തിയുള്ള വേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാലിനും കൈക്കും ഒക്കെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും ആമവാദം ഉള്ളവർക്ക്. അതുപോലെ തന്നെ അജീർണത ഉണ്ടാകും, അഥവാ ആഹാരം കഴിച്ചാൽ അത് കറക്റ്റായിട്ട് ദഹിക്കൂല, ഭയങ്കരമായിട്ടുള്ള ക്ഷീണമുണ്ടാകും. പിന്നെ എണ്ണ ഉപയോഗിച്ച് നമ്മൾ വേദനയല്ലേ എന്നാൽ കുറച്ച് എണ്ണ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എണ്ണ തേക്കുമ്പം ആ വേദന ഭയങ്കരമായിട്ട് കൂടും. ഇതൊക്കെയാണ് ആമവാദത്തിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ സന്ധിവാദം എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും, സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അത് പ്രായം കൂടുന്തോറും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പ്രായാധിക്യമുള്ളവരിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണ് സന്ധിവാദം. അപ്പോൾ ഈ സന്ധിവാദത്തിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെപ്പിറ്റസ് സൗണ്ട് കേൾക്കാം. ജോയിന്റുകളിൽ നിന്ന് ക്രെപ്പിറ്റസ് സൗണ്ട് അഥവാ ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം. നമ്മൾ നടക്കുമ്പം അല്ലെങ്കിൽ കൈയും കാലൊക്കെ മടക്കുമ്പം ടക്ക് ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ സന്ധിവാദത്തിൻ്റെ ആരംഭമാണ്. സന്ധിവാദം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജോയിന്റുകൾക്ക് ഇടയിലുള്ള, അത് മെയിൻ വലിയ ജോയിന്റുകൾക്ക് ഇടയിലുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ അംശം കുറഞ്ഞു വരുന്നു. അന്നേരം എല്ലുകൾ തമ്മിൽ അടുത്ത് അങ്ങനെ എല്ലുകൾ തമ്മിൽ ഉരയുന്നു. അതാണ് സന്ധിവാദം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ വീക്കം ഇതിലും കാണാം, നീര് അഥവാ വീക്കം ഇതിനകത്തും കാണാറുണ്ട്. എങ്കിലും ആമവാദത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സന്ധിവാദം എന്ന് പറയുന്നത് എണ്ണ ഉപയോഗിച്ചാൽ വേദന പെട്ടെന്ന് കുറയും. നമ്മൾ എണ്ണ വേദനയുള്ള ഭാഗത്ത് ഉപയോഗിച്ച് നോക്കുമ്പോൾ ആ വേദനയ്ക്ക് ശമനം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർത്തോ അത് സന്ധിവാദമാണ്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.